മമ്മസ്രയിലത്ത് ചാമക്കാല കുടുംബ കൂട്ടായ്മ ഏർപ്പെടുത്തിയിട്ടുള്ള MC മൊയ്തു ഹാജി മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് വിതരണം നടത്തി. ഒരുപാട് വ്യക്തിത്വങ്ങൾ മത രാഷ്ട്രീയ എന്ന സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് അതീതമായിക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്നേരിക്കുന്ന ചാമക്കാല. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, പൂർവികർ മാത്രം തന്നു ഈ നിലവിലുള്ള തലമുറ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ നാടിന് നൽകിയത് എന്നൊരു ചോദ്യചിഹ്നം നമ്മളിൽ അവശേഷിക്കുന്നു. അതിന് മറുപടി നമ്മൾ തന്നെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ അറിയാം. ആ മൺമറഞ്ഞ ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിൻ്റെ ഏറ്റവും എടുത്തുകൊണ്ട് ഈ ചാമക്കാലയുടെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലുള്ള വികസനത്തിന് ശ്രമിച്ചു. അവർ എല്ലാവരെയും നമ്മിൽ നിന്നും മരണപ്പെട്ട് നാം ഈ നാടിൽ ലോകത്തോട് തന്നെ വിട പറഞ്ഞ അവരെ നമ്മൾ മുൻനിർത്തി അവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ സദസ്സ് ഇന്നിവിടെ ആരംഭിച്ചത്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെടുന്നതിന് മുന്നേ ഈ തീരദേശത്തെ അല്ലെങ്കിൽ ചാമക്കാല പ്രദേശത്തെ അന്നത്തെ ചാമക്കാല പ്രദേശവും ഇന്നത്തെ ചാമക്കാല പ്രദേശവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ കാണുന്ന ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മൊയ്തു ഹാജിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരും കണ്ട ലക്ഷ്യം ഇന്ന് നമുക്ക് ആർക്കും അങ്ങനെ ചിന്തിച്ചു പോകാൻ കഴിയുന്നതല്ല. MC കൂട്ടായ്മ പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ കുട്ടി അധ്യക്ഷനായി. മൊയ്തു ഹാജിയുടെ സ്മരണാർത്ഥം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ നമ്മൾ ഈ സമയം കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തരം മഹൽ വ്യക്തികളെയൊന്നും നമ്മൾ ഓർക്കുകയോ അവരെ പറ്റി പറയുകയോ ഇല്ല. ഇങ്ങനെ ഒരു അവാർഡ് വെച്ചതിന് ശേഷം ഏത് രീതിയിലായാലും ശരി നമ്മൾ അദ്ദേഹത്തിന്റെ പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് NU ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളിതെല്ലാവരും ആശങ്കയോടുകൂടി ഉത്കണ്ഠയോടുകൂടി നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ മക്കളാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്കണ്ഠ പുലർത്തുന്ന രക്ഷിതാക്കളെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും കുട്ടികളുടെ പ്രയാസവുമായി എത്തിച്ചേരുന്ന രക്ഷിതാക്കൾ അവരിൽ നിന്ന് കേൾക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ രക്ഷിതാവിന് കുറച്ചു മുമ്പെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലും. അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബ സംഗമങ്ങളിൽ അത്തരം അവസരം ലഭിക്കുമ്പോൾ അത് ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ട്. ചാമക്കാല ജുമാ മസ്ജിദ് ഖതീബ് ഷുഹൈബ് ഹുദവി വീൽചെയർ സമർപ്പണം നടത്തി. നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട വ്യത്യസ്തമായ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ പാർട്ടിസിപ്പേഷൻ കൊണ്ട് നമുക്ക് ലഭിച്ച വലിയൊരു ഗിഫ്റ്റാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതിനൊക്കപ്പുറം പഠനകാലത്ത് തൊപ്പി വിറ്റ് നടന്നിരുന്ന വ്യക്തിയുടെ കഥ അത് നമ്മൾ കേട്ടുവെച്ച ഭാഗത്ത് നിന്ന് അതിൻ്റെ മറ്റൊരു പുതിയ വേർഷൻ കേട്ടതും ഇന്നാണ്. വാർഡ് മെമ്പർ KS അനിൽകുമാർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ RI സക്കറിയ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപകൻ M രാജേഷ്, MC കൂട്ടായ്മ രക്ഷാധികാരി ജമാൽ ഹാജി, സെക്രട്ടറി MCM താജുദ്ദീൻ, ട്രഷറർ MCM നവാസ്,
MCK ഇബ്രാഹിം കുട്ടി, ഡോക്ടർ EA അൻവർ, ഹുസൈൻ മുഹമ്മദ്, ഷിഹാസ് അബ്ദുറഹ്മാൻ, PM അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ വ്യക്തികൾ എന്നിവരെ ആദരിച്ചു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.